ശാരീരികമായിട്ടും ഒരുപാട് ഭീഷണിപ്പെടുത്തി. അവസാനം യാതൊരു വഴിയില്ലാതെ എല്ലാ വഴികളും നോക്കി പുറത്തിൽ കയറി ഇറങ്ങി അതിൽ നിന്നും രക്ഷ. ഈ ഒരു കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ ഷോക്കിംഗ് ആയ വിവരം പുറത്തുവിടുന്ന ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഒരു നിമിഷാപ്രിയയുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് കാന്തപുരം ഉസ്താദ് ഒരു ചർച്ചയും ഞങ്ങളുടെ കുടുംബവുമായി നടത്തിയിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടത് നിമിഷാപ്രിയയുടെ വധശിക്ഷയാണ്. നിമിഷാപ്രിയയുടെ അമ്മ പ്രേംകുമാരി അവിടെ വീട്ടുതടങ്കലിലാണ്. ആ സാബുവൽ എന്ന നിമിഷാപ്രിയയുടെ പവർ ഓഫ് അറ്റോർണിയുള്ള ഒരാളാണ് വീട്ടുതടങ്കലിലാക്കിയുള്ളത്. നിമിഷയ്ക്ക് പാടില്ലാതിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നിമിഷന്റെ വിശേഷങ്ങൾ അന്വേഷിച്ചിട്ട് വരാനേ കഴിഞ്ഞുള്ളൂ. അകത്ത് ചെന്ന് കാണാനുള്ള സമയം ലേറ്റ് ആയതുകൊണ്ട്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. നിമിഷാപ്രിയയുടെ കാര്യത്തിലെ കാന്തപുരം ഉസ്താദ് ഇടപെടുന്നതോടെ ഒരു അത്ഭുതം നടക്കുമെന്നും ഒരു മോചനം നടക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നതിനിടയിലാണ് ഈ ഒരു കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ ഷോക്കിംഗ് ആയ ഒരു വിവരം പുറത്തുവിടുന്നത്. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഒരു നിമിഷാപ്രിയയുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് കാന്തപുരം ഉസ്താദ് ഒരു ചർച്ചയും ഞങ്ങളുടെ കുടുംബവുമായി നടത്തിയിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടത് നിമിഷാപ്രിയയുടെ വധശിക്ഷയാണ്. വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് കാന്തപുരം ഉസ്താദിനെ അഡ്രസ്സ് ചെയ്യുന്നത്. എല്ലാ ബഹുമാന ആദരവുകളോടും കൂടി ഞങ്ങൾ പറയട്ടെ, നിലവിൽ കാന്തപുരം ഉസ്താദ് നടത്തിയ ചർച്ച ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആരുമായിട്ടല്ല, ഞങ്ങളുടെ പ്രതിനിധികളുമായിട്ടല്ല, കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ്റെ ഏതെങ്കിലും സുഹൃത്തുക്കളുമായിട്ടല്ല, നിങ്ങൾ വേറെ ആരോടൊക്കെയാണ് ചർച്ച നടത്തിയിട്ടുള്ളത്. അവർ നിങ്ങളെ പറ്റിച്ചതാണ്. അവർ ഞങ്ങളുടെ കുടുംബവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ശരിക്കും നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? എന്തായാലും കാന്തപുരം ഉസ്താദ് ഒരു ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ നിമിഷാപ്രിയ കൊലപ്പെടുത്തിയ തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചൊരു കാര്യം, നിലവിൽ കാന്തപുരം ഉസ്താദും അതേപോലെ ആ സൂഫി ഗുരുവും യമനിലെ സൂഫി ഗുരുവൊക്കെ തമ്മിൽ അവരൊക്കെ കൂടിയിട്ട് നടത്തുന്ന ചർച്ച നടത്തിയിട്ടുള്ളത്, അതൊന്നും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആരുമല്ല, ഞങ്ങൾക്കതിലൊരു പങ്കുമില്ല, ഞങ്ങൾക്ക് അത്തരം ചർച്ചയിലേക്കും വരേണ്ട, ഞങ്ങൾക്ക് ഒരേ ഒരു ഡിമാൻഡേ ഉള്ളൂ, ഈ എൻ്റെ സഹോദരനെ ഇത്രയും കഷ്ണങ്ങളാക്കി പീസാക്കിയ നിമിഷാപ്രിയക്ക് വധശിക്ഷ കൊടുക്കുക. ഇതാണ് ഇയാൾ പങ്കുവച്ചത്. ആരാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുള്ളത്? അള്ളാഹു ആലം. ഏതായാലും കാന്തപുരം ഉസ്താദ് ഇന്നലൊരു നീക്കം നടത്തിയിരുന്നു. ഈ നിമിഷാപ്രിയയുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് യമനിലേക്ക് പോകുന്ന സംഘത്തിൽ മർക്കസിൻ്റെ പ്രതിനിധികൾ, കാന്തപുരം ഉസ്താദിൻ്റെ പ്രതിനിധികൾ കൂടി പങ്കെടുക്കണം. അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾ കൂടി വരണം എന്നുള്ളത്. കാരണം കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞൊരു കാര്യം, നിമിഷാപ്രിയയുടെ മോചന കാര്യം നിമിഷാപ്രിയയുടെ അമ്മയാണ് നോക്കുക, വേറെ ആരും ഇതിൽ ഇടപെടേണ്ട എന്നുള്ളതാണ്. ഡിപ്ലോമാറ്റിക് ചാനൽ വഴി ഏതൊക്കെ തരത്തിൽ നിമിഷയെ മോചനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയാവോ അതൊക്കെ ചെയ്യണം എന്നുള്ളതാണ് കാന്തപുരം ഉസ്താദ് ആവശ്യപ്പെട്ടുള്ളത്. മാഷാ അല്ലാഹ്, 92 വയസ്സുള്ള വയോവൃദ്ധനായ ആ പണ്ഡിതൻ ഈ പ്രായമുള്ള കാലത്ത് തൻ്റെ ആരുമല്ലാത്ത, തൻ്റെ മതമല്ലാത്ത, തന്നെ അറിയുക പോലുമില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് മോചനശ്രമം നടത്തുക. ഇങ്ങനെ ലോകത്ത് ഇങ്ങനെ ഒരു പണ്ഡിതനെ കാണാൻ കഴിയുമോ? അതിനിടയിൽ വേറെ ചില വാർത്ത കേൾക്കുന്നുണ്ട്. നിമിഷാപ്രിയയുടെ അമ്മ പ്രേംകുമാരി അവിടെ വീട്ടുതടങ്കലിലാണ്. ആ സാബുവൽ എന്ന നിമിഷാപ്രിയയുടെ പവർ ഓഫ് അറ്റോർണിയുള്ള ഒരാളാണ് വീട്ടുതടങ്കലിലാക്കിയെന്നുള്ളതാണ്. കാരണം ഈ നിമിഷാപ്രിയയുടെ അമ്മ സാമുവലിൻ്റെ വീടാകെ വൃത്തികേടാക്കി അലങ്കോലമാക്കി നിമിഷാപ്രിയയുടെ അമ്മനെ വേഗം നാട്ടിലേക്ക് പറഞ്ഞയക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്ന സാമുവൽ ആ ഒരു ലക്ഷങ്ങൾ അടിച്ചു മാറ്റി എന്ന തലാലിൻ്റെ സഹോദരൻ വെളിപ്പെടുത്തിയതോടെ ആകെ തകിടം മറിഞ്ഞു. ഇന്നലെ തലാലിൽ ഈ ഒരു നിമിഷാപ്രിയയുടെ അമ്മയും സാമുവലും തമ്മിൽ നടക്കുന്ന ഒരു വീഡിയോ ഒരു മാധ്യമം വൺ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന് കൊടുത്തൊരു അഭിമുഖത്തിൽ ആ അമ്മ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിമിഷാപ്രിയനെ വധശിക്ഷയിൽ നിന്ന് 16-ാം തീയതി നീട്ടിവെച്ചല്ലോ, അതിനുശേഷം നിമിഷാപ്രിയനെ കാണാൻ കഴിഞ്ഞിട്ടില്ല, കാണാൻ വേണ്ടി പോയപ്പോൾ സമയം വൈകിപ്പോയിന്ന്. എന്തൊരു ഉത്തരവാദിത്വമാണ് ഈ സാമുവൽ കാണിച്ചത്. സാമുവലിനെ അറിയാലോ അവിടുത്തെ രീതി. കഴിഞ്ഞു 20-ാം തീയതി നിമിഷനെ കാണാനായിട്ട് ചെന്നായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ. നിമിഷയ്ക്ക് പാടില്ലാതിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നിമിഷന്റെ വിശേഷങ്ങൾ അന്വേഷിച്ചിട്ട് വരാനേ കഴിഞ്ഞുള്ളൂ. അകത്ത് ചെന്ന് കാണാനുള്ള സമയം ലേറ്റ് ആയതുകൊണ്ട് അകത്ത് ചെന്ന് കാണാൻ പറ്റിയില്ല. ഈ സാമുവൽ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാം? ഒരു പെന്തക്കോസ്ത് വിഭാഗത്തിൽ ഒരു പാസ്റ്ററാണ്.
ഈ പാസറിന്റെ കയ്യിൽ ഗജ ഫ്രോഡത്തിലാണ് ഇയാൾ കാണിക്കുന്നത്. ഇയാളിപ്പോൾ ഈ അമ്മനെ ഭീഷണിപ്പെടുത്തി നിർത്തിയേക്കാണ്. കാരണം ഈ കാശിന്റെ കണക്കുകളൊക്കെ പുറത്തു വരും. നേരത്തെ അമ്മനെ അവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന സാമുവൽ ഇപ്പൊ അമ്മനെ വിടുന്നില്ല. ആ വീഡിയോയിൽ കണ്ടാൽ അറിയാം ഇയാൾ പറയുന്ന കാര്യങ്ങൾ തത്ത പറയുന്നത് പോലെ ഭയന്ന് പറയിപ്പിക്കാൻ ആരെ കൊണ്ട്? ഈ അമ്മനെ കൊണ്ട്. അതിൽ പറയണത് ഞാനങ്ങനെ കാശ് അടിച്ചു മാറ്റിയിട്ടില്ല, ഞാനങ്ങനെ വേണ്ടി ചെയ്യോ, ഞാൻ നിമിഷാപ്രിയയുടെ കുടുംബത്തോടൊപ്പമോ അല്ലെങ്കിൽ തലാലിന്റെ കുടുംബത്തോടൊപ്പമോ അല്ല, സത്യത്തിനൊപ്പമാണ് എന്നൊക്കെയാണ് ഈ സാമുവൽ പറയുന്നത്. കൂടുതൽ അമ്മ പറയുന്ന കാര്യമുണ്ട്, ഇങ്ങനെ വധശിക്ഷ മാറ്റി വെച്ചിട്ട് ഞാൻ നിമിഷാപ്രിയനെ കാണാൻ പോയപ്പോൾ ടൈം വൈകി, അവളെ കാണാൻ കഴിഞ്ഞില്ല, ഒരു മെസ്സേജ് മാത്രം, ഒരു കത്ത് എഴുതിയിട്ടു, അതിന് മറുപടി ഇങ്ങോട്ട് ഒരു കടലാസിൽ എഴുതി തന്നു, മലയാളത്തിലാണ് ഇത് തന്നത്. അപ്പോൾ സാമുവലിനെല്ലാം അറിയാം, അവിടുത്തെ ടൈം അറിയാം, ഒരു ജയിലിൽ എങ്ങനെ പോകേണ്ടെന്നറിയാം. ആ ഒരു വധശിക്ഷ നീട്ടിവെച്ച ഒരാളൊരു മാനസികാവസ്ഥ അയച്ചു ഇനി എന്നാണല്ലോ ഒരു വല്ലാത്തൊരു പിരിമുറുക്കത്തിലായിരിക്കും. ഒരാളെ കാണാൻ പോലും കഴിയാത്ത സാഹചര്യം അതുപോലും കാണിക്കാൻ ഈ സാമുവലിന് കഴിഞ്ഞിട്ടില്ല. ആ അമ്മനെ കൊണ്ടുവന്നിട്ട് ഈ ഒരു കൊല്ലപ്പെട്ട തലാലിന്റെ വീട്ടുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷെ ഇന്നേ വരെ കാന്തപുരം ഉസ്താദിന് വേറെ ആരോടെങ്കിലും പ്രതിനിധികളുമായിട്ടേലും സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്, അതുപോലും ഇവർക്ക് പറ്റിയിട്ടില്ല. അപ്പൊ ആ നിമിഷാപ്രിയയുടെ ചില ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സങ്കടം തോന്നും അതൊക്കെ കേൾക്കുമ്പോൾ. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ഭീഷണിപ്പെടുത്തി അവസാനം യാതൊരു വഴിയില്ലാതെ എല്ലാ വഴികളും നോക്കി കോർട്ടിൽ കയറി ഇറങ്ങി അതിൽ നിന്നും രക്ഷ നേടാനായിട്ട് ഒരു രക്ഷയില്ല. അതുകൊണ്ട് ജയിൽവാടനായ ഒരാളെ ഒരുപാട് പ്രാവശ്യം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഞാൻ കേസ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് ആ സമയത്തൊക്കെ അവിടെ അവന്റെ ജയിലിലെ ഒരു ജയിൽവാടനാണ് എന്നോട് പറഞ്ഞത്. ഈ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ കുട്ടികളുമായിട്ട് ആകെ തലാലിന്റെ കബറിടത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഫോട്ടോ ഇന്നലെ അയാൾ പുറത്തു വിട്ടിരുന്നു. രാവിലെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പുറത്തു വിട്ട അയാൾ പറഞ്ഞ എഴുതി വെച്ചൊരു ഡയലോഗ് ഉണ്ട്, ഞങ്ങൾക്ക് ആവശ്യം ചില ഖുർആൻ വാക്യങ്ങളൊക്കെയാണ് തലാലിന്റെ എന്താ പറയുക മീസാൻ കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവുന്നതിനെ കുറിച്ചാണ് അതിലൊക്കെ പറയുന്നത്. അതിൽ പറയുന്നത് ഇത്രയും ക്രൂരമായിട്ട് ചെയ്ത ഒരാളെ ഞങ്ങൾ ഖിസാസ് നടത്താതെ എങ്ങനെയാണ് വെറുതെ വിടുക? കൂട്ടത്തിൽ അയാൾ നേരത്തെ സാമുവലിനെതിരെ കാശ് അടിച്ചു മാറ്റി നിങ്ങൾ ഞങ്ങളെ പറ്റിച്ചു എന്നൊക്കെ പറയുന്ന ആ പോസ്റ്റ് ഡിലീറ്റ് ആക്കുകയും ചെയ്തു. അത് കാര്യം ഉറപ്പാണ്. നിമിഷാപ്രിയനെ മോചിപ്പിക്കാൻ അല്ലെങ്കിൽ വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. രണ്ട് വധശിക്ഷ നീട്ടിവെച്ചത് ഈ കുടുംബവുമായിട്ട് ചർച്ച നടത്തിയിട്ടല്ല, അത് കാന്തപുരം ഉസ്താദ് ഇടപെട്ട് അവിടുത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് ആ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കാന്തപുരം ഉസ്താദിനോട് ഇതുവരെ സാമുവലിനെ പോലെ മോശം വേർഡ് ഉപയോഗിച്ച ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ കാന്തപുരം ഉസ്താദ് റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. അതിൽ എഴുത്തിൽ ആ റെസ്പെക്റ്റ് കാണുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും കാന്തപുരം ഉസ്താദ് ആ ശ്രമം തുടരും. അതാണ് കാന്തപുരം ഉസ്താദ്. തന്നെ ആരെങ്കിലും അവഗണിക്കുകയോ അവഹേളിക്കുകയോ ഒന്നുമല്ല, ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചാൽ ആ ഒരു വയോവൃദ്ധനായ മഹാപണ്ഡിതന്റെ ശീലം അത് വിജയിപ്പിച്ചെടുക്കാൻ എത്ര വരെ ക്ഷമയോടുകൂടി കാത്തിരിക്കാനും ഉസ്താദ് തയ്യാറാണ്. നമ്മൾ ഒരു പക്ഷേ കാന്തപുരം ഉസ്താദിനെ കുറിച്ചിട്ട് നിമിഷാപ്രിയ അറിഞ്ഞിട്ടുണ്ടാവോ? കാരണം ആ വധശിക്ഷ നീട്ടി വെച്ചിട്ടൊന്നും നേരിട്ട് സംസാരിക്കാൻ പോലും ആ കുടുംബത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ സാമുവൽ എന്ന് പറയുന്ന ഒരു ഗജ ഫ്രോഡ് ശ്രമിച്ചിരുന്നെങ്കിൽ സംസാരിക്കാമായിരുന്നു. ഇനി കാണാൻ പോകണം എന്നൊക്കെയാണ് അമ്മ പറയുന്നത്. ഇന്നലത്തെ ചോദ്യത്തിന് VS അച്യുതാനന്ദനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങളുടെ പ്രതികരണം എഴുതാനായത് ഒരുപാട് പേര് ആ ഒരു മഹാ കമ്മ്യൂണിസ്റ്റിനെ വളരെ നല്ല വാക്കുകൾ കൊണ്ടാണ് അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകിയത്. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, സുബഹിയുടെ ബാങ്കിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്നൊരു മറ്റു ബാങ്കിൽ നിന്ന് വ്യത്യാസമായിട്ട് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്നൊരു വേർഡ് കൂടുതലുണ്ട്. ഇത് ആദ്യം ഉപയോഗിച്ചത് ആരാണെന്നുള്ളതാണ് ചോദ്യം. രണ്ട് സ്വഹാബിമാരുടെ പേര് ഞാൻ പറയാം, ഇതിൽ ആരാണെങ്കിൽ പറയണം. ഒന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഉമർ റളിയല്ലാഹു അൻഹു. ഇതിൽ ആരാണ് ഈ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്നുള്ള ഒരു വേർഡ് ബാങ്കിൽ എക്സ്ട്രാ യൂസ് ചെയ്തത്? അതിന് ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. രണ്ട് ഓപ്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.